ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ വളരെ വിശേഷതയേറിയൊരു പഠന പരമ്പര ബൈബിൾ എന്ന വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള 92ാമത്തെ അവതരണത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. 92ാമത്തെ അവതരണം. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള, ഏറ്റവും അധികം മനുഷ്യരെ സ്വാധീനിച്ചിട്ടുള്ള ഏക ഗ്രന്ഥം ബൈബിൾ. പക്ഷെ അനേകർക്ക് ഈ ബൈബിൾ അവിടെ കയ്യിലും ഭവനങ്ങളിലും ഉണ്ടെങ്കിലും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവർ പലപ്പോഴും ഒരു അബദ്ധമായൊരു പ്രഖ്യാപനം നടത്തും: ബൈബിൾ മനസ്സിലാക്കുവാൻ കഴിയില്ല, ബൈബിൾ പഠിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഈ തരത്തിലുള്ള അബദ്ധധാരണയിലാണ് ലോകത്തിലനേകങ്ങൾ. ദൈവത്തെ തേടുന്ന, അന്വേഷിക്കുന്ന, ദൈവത്തിലാണെന്ന് അവകാശപ്പെടുന്നവരുൾപ്പെടെ ഈ കാഴ്ചപ്പാടിലാണ്. പക്ഷെ അത് വാസ്തവമല്ല. എന്തുകൊണ്ടാണ് ബൈബിൾ മനസ്സിലാക്കുവാൻ തടസ്സമായിരിക്കുന്നത്? ഈ വിഷയങ്ങളാണ് നമ്മുടെ ചിന്തയിൽ ഇപ്പോൾ ഉള്ളത്. പല കാരണങ്ങൾ, 10 കാരണങ്ങളിൽ 9 കാരണങ്ങൾ നമ്മൾ ഇതിനകം കണ്ടു കഴിഞ്ഞു. ബൈബിൾ മനസ്സിലാക്കാനുള്ള തടസ്സങ്ങൾ, മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, ബൈബിൾ മനസ്സിലാക്കാൻ കഴിയാത്തത് ബൈബിൾ ശരിയായ വിധത്തിൽ ആരും പഠിക്കുന്നില്ല. ബൈബിൾ പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കാനുള്ള ഗ്രന്ഥമാണ്. പക്ഷെ പലരും അത് പഠിക്കുന്നില്ല, പഠിക്കാൻ മെനക്കെടുന്നില്ല. ആരെങ്കിലും പറയുന്നത് കേൾക്കാനിരിക്കുകയാണ്. സ്വയം പഠിക്കണം. കേൾക്കുന്ന കാര്യങ്ങൾ ആരെങ്കിലും ഒരു വിശദീകരിച്ച് തരും, ശരിയാണ്, വിശദീകരിക്കാൻ ആരെങ്കിലും വേണം, പൊരുൾ തിരിച്ചു തരണം. പക്ഷെ നാം പഠിക്കണം. പലരും അത് പഠിക്കാൻ തയ്യാറല്ല. രണ്ടാമത്തെ കാരണം, പലരും ബൈബിളിനെ സമീപിക്കുന്നത് അടച്ച ഹൃദയവുമായിട്ടാണ്, അടച്ച മനസ്സും ഹൃദയവുമായി. ആ വിധത്തിൽ ബൈബിളിനെ സമീപിച്ചാൽ ദൈവം ഇന്ന് എന്നോട് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ തയ്യാറാകാതെ ഒരു ചടങ്ങ് പോലെ, പത്രവായന പോലെ വായിച്ചു പോയാൽ ഒന്നും മനസ്സിലാകില്ല. മൂന്നാമത്, അനേകങ്ങൾ ബൈബിളിനെ സമീപിക്കുന്നത് അവർ കൊണ്ടു നടക്കുന്ന ആചാരാനുഷ്ഠാന പാരമ്പര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. ചില ജീവിത ശൈലിയാകാം, ചില വിശ്വാസ കാര്യങ്ങളാകാം, ഒരു പാരമ്പര്യമായി അവർ കൊണ്ടു നടക്കുന്ന പല രീതികളാകാം. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ബൈബിള് സമീപിച്ച് ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. നാലാമത്, ബൈബിൾ മനസ്സിലാക്കാൻ കഴിയാത്തത്, മനുഷ്യർ പല സംഘടനകളിലും സഭകളിലും നാമധേയ വിഭാഗങ്ങളും പലയിടത്തായിരിക്കാം. അവിടെയുള്ള എല്ലാ സ്വാധീനങ്ങൾ, അല്ലെങ്കിൽ ചില സർവകലാശാലകളിൽ നിന്ന്, ചില പ്രൊഫസർമാരിൽ നിന്ന്, പരിണാമ സിദ്ധാന്തത്തിൽ നിന്ന്, തത്വചിന്ത, ഇങ്ങനെ പല സ്വാധീനത്തിൽ കിടക്കുന്ന മനുഷ്യർ ആ സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു വരാത്തത് കൊണ്ട് ബൈബിളിനെ സമീപിക്കുമ്പോൾ ആ സ്വാധീനം അവരുടെ ജീവിതത്തിലുണ്ട്. മതസംവിധാനങ്ങളിൽ കിടക്കുന്നവർ പോലും ബൈബിളിനെക്കുറിച്ചുള്ള തെറ്റായ വിവരണങ്ങളും വ്യാഖ്യാനങ്ങളും കേട്ട് പഠിച്ചവർ ബൈബിളിനെ സമീപിക്കുമ്പോൾ ആ ചിന്താഗതി, മുൻധാരണ, മുൻവിധികൾ അവരെ സത്യത്തിൽ നിന്ന് തടഞ്ഞു നിർത്തും. അഞ്ചാമതായിട്ട് നമ്മൾ കണ്ടത്, പലരും ബൈബിളിനെ സമീപിക്കുന്നത് അവരുടെ ചിന്താഗതിയെ തെളിയിക്കാൻ വേണ്ടിയാണ്. അവർ പിടിച്ചു വച്ചിരിക്കുന്ന ചിന്താഗതി, അവരുടെ ജീവിതശൈലി, അതിനെ തെളിയിക്കണം ബൈബിൾ എടുത്തുകൊണ്ട്. അതിനുള്ള ശ്രമം നടത്തും ബൈബിളുമായി. അവർക്ക് സത്യം മനസ്സിലാക്കാൻ പറ്റില്ല. ആറാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ കണ്ടു, ബൈബിളിനെ സ്നേഹിക്കുന്നില്ല, അഥവാ സത്യത്തെ സ്നേഹിക്കുന്നില്ല. സത്യത്തെ സ്നേഹിച്ചാലേ അതിനെ കൈക്കൊണ്ട് അത് മനസ്സിലാക്കി അനുസരിക്കാൻ, ജീവിതത്തിൽ ആ സത്യത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. വചനത്തെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് പല സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പലയിടത്തും ഈ വചനത്തെ, ബൈബിളിനെ തകർക്കാൻ പിശാച് ശ്രമിക്കുന്നത്. വചനത്തോട് മനുഷ്യർ കടന്നു വരരുത്, ബൈബിൾ വായിക്കരുത്, ബൈബിൾ വിശ്വസിക്കരുത് എന്ന ലക്ഷ്യത്തോടെ സാത്താൻ വളരെയധികം ശക്തമായി പ്രവർത്തിക്കുകയാണ്. പലതരത്തിലുള്ള തത്വചിന്തകളും പരിണാമവാദങ്ങളും പലതരത്തിലുള്ള ആശയങ്ങളും ലോകത്തിൽ പ്രചരിപ്പിച്ച് മനുഷ്യരെ വചനത്തിൽ നിന്ന് അകറ്റണം. പക്ഷേ വചനം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വചനം സ്നേഹിക്കണം, സത്യത്തെ സ്നേഹിക്കണം. ഏഴാമതായിട്ട് നമ്മൾ കണ്ടു, പല മനുഷ്യരും അവരായിരിക്കുന്ന തെറ്റായ പാപപങ്കിലമായ ജീവിതശൈലി അത് വിട്ടുകളയാൻ തയ്യാറല്ല. ആ ജീവിതത്തിൽ അന്ധരായി കിടക്കുകയാണ്. തിന്മകളാകാം, പാപങ്ങളാകാം, പല ദുസ്വഭാവങ്ങളാകാം. അതിൻ്റെ ബന്ധത്തിൽ കിടക്കുന്നവർ അത് വിട്ടുകളയാതെ ബൈബിളിനെ സമീപിച്ചാൽ, ബൈബിൾ കേൾക്കാനിരുന്നാൽ ഒന്നും മനസ്സിലാകില്ല. എന്നാൽ പാപം ഉള്ളിൽ കിടക്കുന്നിടത്തോളം ഒരിക്കലും ശത്രു നമ്മളിന്ന് വിട്ടുപോകുന്നില്ല. ശത്രുവിൻ്റെ സ്വാധീനത്തിലിരിക്കുന്ന വ്യക്തിക്ക് ദൈവവചനം കേൾക്കാൻ പറ്റില്ല. യേശു വെച്ചു, എൻ്റെ ഭാഷണം നിങ്ങൾ കേൾക്കാത്തത് എന്തുകൊണ്ട്? നിങ്ങൾക്ക് മനസ്സില്ല.
നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കും? ഞാൻ പറയുന്ന സത്യം എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ ലോകത്തിലെ ജീവിതം, പാപപങ്കിലമായ ജീവിതത്തിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ തയ്യാറാകണം, സത്യം പഠിക്കണമെന്നുണ്ടെങ്കിൽ. എട്ടാമതായിട്ട് നാം കണ്ടു, അനേകം ആൾക്കാരുടെ പഠനം ക്രമരഹിതമാണ്. ഒരു കൃത്യമായ ക്രമമില്ല പഠിക്കാൻ. ഇപ്പോൾ ഏതെങ്കിലും വേദഭാഗം വായിക്കാൻ തുടങ്ങിയാൽ, അത് ഉൽപ്പത്തി പുസ്തകമാണെങ്കിൽ അത് മുഴുവൻ വായിച്ചു തീർക്കില്ല. അത് 2 അധ്യായം വായിച്ചിട്ട് വീണ്ടും വേറെ അധ്യായത്തിലേക്ക് പോകും, ആവർത്തന പുസ്തകത്തിലേക്ക് പോകും. അവിടെ നിന്ന് വീണ്ടും ലേവ്യ പുസ്തകത്തിലേക്ക് പോകും, പിന്നെ നെഹമ്യാവിലേക്ക് പോകും. ഒരു ക്രമമില്ലാത്ത ജീവിതം. അതുകൊണ്ട് ഒന്നും മനസ്സിലാകില്ല. ദൈവം സമൂഹത്തിൽ, ലോക ചരിത്രത്തിൽ ഇടപെട്ടത് എങ്ങനെയാണ്? ഇസ്രായേൽ ജനത്തെ ഇടപെട്ടത് എങ്ങനെയാണ്? അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പുള്ള ലോകത്തിൻ്റെ അവസ്ഥ എന്താണ്? പഴയ നിയമം എപ്പോഴാണ് അവസാനിച്ചത്? അതിന് ശേഷമുള്ള ദൈവത്തിൻ്റെ വെളിപാടുകൾ എന്താണ്? സഭയുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള വെളിപാടെന്താണ്? ഇന്ന് ദൈവ പൈതൽ ജീവിക്കേണ്ട ജീവിതത്തെക്കുറിച്ചുള്ള ലേഖനങ്ങൾ എന്താണ് പറയുന്നത്? കൃത്യമായൊരു ലക്ഷ്യത്തോടെ പഠിക്കണം, വായിക്കണം. അതുകൊണ്ട് പലർക്കും അതിനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. 9ാമത്തെ നമ്മൾ അവസാനം കണ്ടത്, അനേകം ആൾക്കാർ അവരുടെ ധാർഷ്ട്യം, വചനത്തിൽ നിന്ന് എന്തെങ്കിലും പരിജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ അവരെ നിഗളത്തിലും ധാർഷ്ട്യത്തിലും അഹങ്കാരത്തിലും നയിക്കുന്നത് കൊണ്ട് അവർക്ക് പിന്നീട് സത്യം അടഞ്ഞു പോകും. പിന്നെ പഠിക്കാൻ പറ്റില്ല. സൗമ്യതയോടെ കൈക്കൊള്ളേണ്ടതാണ് വചനം. എളിമയോടെ വിനയത്തോടെ സമീപിക്കേണ്ടതാണ് ദൈവവചനം. കാരണം അത് ദൈവത്തിൻ്റെ വചനമാണ്, ഇത് ദൈവത്തിൻ്റെ പുസ്തകമാണ്. അതിനെ സമീപിക്കുമ്പോൾ താഴ്മയോടെ വിനയത്തോടും കൂടെ, ദൈവത്തെ കൈകാര്യം ചെയ്യുന്നത് പോലെ വേണം അവൻ്റെ വചനത്തെ, ശബ്ദത്തെ കൈകാര്യം ചെയ്യാൻ. ഈ കാരണം കൊണ്ട് പലർക്കും മനസ്സിലാക്കാൻ പറ്റില്ല. അവസാനമായിട്ട് പല മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് വികാരങ്ങൾക്കാണ് പ്രാധാന്യം. വചന സത്യത്തെക്കാളും ബൈബിളിനേക്കാളും പ്രാധാന്യം അവരുടെ വികാരങ്ങൾക്കാണ്. അതുകൊണ്ട് അനേകർക്ക് ബൈബിൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവർ മെനഞ്ഞെടുത്തിരിക്കുന്ന മതപരമായവരുടെ സ്വഭാവം അവരുടെ വികാരങ്ങളിലും ചിന്തകളിലും വൈകാരിക അനുഭവങ്ങളിലും അടിസ്ഥാനപ്പെട്ടതാണ്. ഒരുതരം മതപരമായ ഭ്രാന്താണ് ചിലർക്ക്. കാരണം അവരുടെ വിചാരം, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, അല്ലെങ്കിൽ അവർ എനിക്കിവിടെ തോന്നുന്നു ഇത് ശരിയാണ്, ആ മനുഷ്യൻ പ്രസംഗിച്ചത് ശരിയാണ്, എനിക്കിവിടെ ഫീൽ ചെയ്യാം. എനിക്കൊരു പ്രത്യേകിച്ച് ഒരു പ്രത്യേക തല മുതൽ കാല് വരെ പ്രത്യേക പെരുപ്പനുഭവപ്പെടുന്നു, ഒരു പ്രത്യേക വികാരം, പ്രത്യേക തണുപ്പ്, സന്തോഷം, ഒരു പ്രത്യേക സുഖം എനിക്ക് കിട്ടുന്നു. ചിന്തകളിലും വികാരങ്ങളിലും വൈകാരിക അനുഭവങ്ങളിലും ആശ്രയിക്കുന്നു. എന്നിട്ട് അവർ ഇത് പരിശുദ്ധാത്മാവ് തന്നതാണെന്ന് വരെ പറയും. ഈ വികാരം പരിശുദ്ധാത്മാവ് തന്നതാണ്, ആ ഉപദേശം കറക്റ്റാണ്. കാരണം പരിശുദ്ധാത്മാവ് എനിക്കൊരു പ്രത്യേക സുഖം തരുന്നത് കേൾക്കുമ്പോൾ. വികാരങ്ങളിൽ ആശ്രയിക്കണം. അവർ ബൈബിൾ എന്ത് പറയുന്നു എന്നുള്ളത് വലിയ കാര്യമേ അല്ല. ബൈബിൾ ഇതിനെതിരായിട്ടാണല്ലോ പറയുന്നത്, അവർക്ക് പ്രശ്നമേ അല്ല. അവർക്ക് തോന്നുന്നു, അതാണ് പ്രശ്നം. അനേക മതവിഭാഗങ്ങളുടെ അവസ്ഥ ഇതാണിപ്പോൾ. അവരുടെ ചിന്തകൾ, വികാരങ്ങൾ, അനുഭവങ്ങൾ അതിലാശ്രയിച്ച് നിൽക്കുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ബൈബിൾ പൂർണ്ണമായി നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ അനുയായികളെന്ന് പറയുന്ന മിക്ക ഇടങ്ങളിലും ബൈബിൾ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു. ബൈബിളിന് പ്രത്യേക സ്ഥാനമില്ല. അവരൊരുമിച്ചൊരു ആർത്തലച്ചു പാടും, ഒരു പ്രത്യേക അനുഭൂതി, വികാരം, ഒരുതരം ഭ്രാന്ത് പിടിച്ച ജനത്തെ പോലെ തുള്ളിച്ചാടി ആനന്ദിക്കുകയാണ്. എന്നിട്ട് അതിനെ ആത്മീയത എന്ന പേരും വിളിക്കും. അത് വചനത്തിന് വിരുദ്ധമാണ്. പരിശുദ്ധാത്മാവിലൂടെ ഉള്ളതല്ല അത്. പരിശുദ്ധാത്മാവ് നയിക്കുന്ന വിധമല്ല ഇത്. അപ്പോൾ ഇങ്ങനെയുള്ള വികാരങ്ങളിലും വൈകാരിക അനുഭവങ്ങളിലും ചിന്തകളിലും ആശ്രയിക്കുന്ന അവസ്ഥ ഒരു വചനമെന്ന അധികാരത്തിൽ തള്ളിക്കളയും. ഇതിനെക്കുറിച്ച് സദൃശവാക്യം 14:12 ഒരു വേദഭാഗം വളരെ അനുചിതമാണെന്ന് കേൾക്കാം. സദൃശവാക്യം 14:12 പറയുന്നു, ചിലപ്പോൾ ഒരു വഴി മനുഷ്യനെ ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴി അത്രേ. ഒരു മനുഷ്യൻ്റെ തോന്നൽ, ഇത് നല്ല വഴിയാണ്, ഇത് കറക്റ്റാണ്, ഇത് കറക്റ്റ് ഉത്തരമാണ്, ഇത് ശരിയായ വ്യാഖ്യാനമാണ്, തോന്നലുകളാണ്. അപ്പോൾ അവൻ്റെ വികാരങ്ങൾ അവനെ കൊണ്ടുപോവുകയാണ്, അവനെ കൊണ്ട് തോന്നിപ്പിക്കുന്നത് ശരിയാണ്. പക്ഷെ ദൈവം പറഞ്ഞു, ഇത് തെറ്റാണ്, ഇത് നീ ഇതിൻ്റെ ആത്മീക മരണത്തിലേക്കാണ് നീ പോകുന്നത്, ഇതുകൊണ്ട് നിനക്ക് ഒരു പ്രയോജനമുണ്ടാകില്ല. അപ്പോൾ അവൻ്റെ മനസ്സ് ചില കാര്യങ്ങൾ ശരിയാണെന്ന് അവനെ തോന്നിപ്പിക്കുകയും അവൻ്റെ ആ തോന്നലിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തു. വചനപ്രകാരം പരിശോധിക്കാൻ തയ്യാറാകുന്നില്ല. ദൈവം മനുഷ്യൻ്റെ പ്രകൃതിയെക്കുറിച്ച് വെളിപ്പെടുത്തിയൊരു വാക്യമാണിത്. അനേക വാക്യങ്ങൾ കാണാം ബൈബിളിൽ ഇതിന് തുല്യം. ഒരു മനുഷ്യൻ മനസ്സിൽ കണക്കൂട്ടുന്നത് പോലെയാകുന്നു, ഒരു സകലവും ശോധന ചെയ്ത് മുറുകെ പിടിക്കണം. ഇങ്ങനെയൊക്കെ ദൈവം പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ തോന്നലുകളിൽ ആശ്രയിക്കുക. തോന്നലുകളും വികാരങ്ങളും മനുഷ്യനുണ്ട്, അത് ദൈവം തന്നെ വെച്ചതാണ്. പക്ഷെ അത് വചനമനുസരിക്കുമ്പോഴുണ്ടാകുന്ന തോന്നൽ വികാരമാകണം. വചനമനുസരിക്കുമ്പോൾ നല്ല മനസ്സാക്ഷി കിട്ടും, സന്തോഷം കിട്ടും, കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടാകും. അത് വചനത്തോട് ബന്ധപ്പെട്ടതായിരിക്കണം. നമ്മുടെ വികാരങ്ങളിലും അനുഭവങ്ങളിലും ചിന്തകളിലും എല്ലാം ആശ്രയിക്കേണ്ടത്. ഇപ്പം ജീവിതത്തെ യഥാർത്ഥ മാർഗം കണ്ടെത്താൻ ബൈബിളിലേക്ക് നോക്കണം. വചനം എന്ത് പറയുന്നു? ഞാൻ ഈ ചെയ്യുന്ന കാര്യം വചനപ്രകാരമുള്ള കാര്യമാണോ? വചനപ്രകാരമുള്ള കാര്യമാണെങ്കിൽ എനിക്ക് ധൈര്യമുണ്ട്, സന്തോഷമുണ്ട്.
ഇല്ലെങ്കിൽ വചനവിരുദ്ധമായ ഒരു കാര്യം ചെയ്തിട്ട് ആർത്തലച്ച് പാട്ട് പാടിയിട്ട് സന്തോഷിച്ചിട്ട് ഒരു കാര്യമില്ല. ആ സന്തോഷം വെറും വികാരമാണ്, വചനം തരുന്ന സന്തോഷമല്ല. ഇപ്പോൾ ദൈവത്തെ തേടുന്ന മനുഷ്യൻ വചനത്തിലൂടെ തേടണം. ഇപ്പോൾ ദൈവത്തെ തേടുന്ന മനുഷ്യൻ ദൈവവചനത്തിലൂടെ തേടണം. ദൈവമക്കൾ ആരാണെന്ന് യഥാർത്ഥമായി മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനം പഠിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ മതി. ദൈവവചനം കൃത്യമായി വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിച്ച് ശ്രമിക്കുന്നവരാണോ എങ്കിൽ നമുക്കവരെ ദൈവമക്കളെന്ന് വിളിക്കാം. അല്ലാത്ത നമുക്ക് ഒരിക്കലും ദൈവമക്കളെന്ന് വിളിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബൈബിളെക്കുറിച്ചുള്ള അജ്ഞത വെളിപ്പെടുത്തുന്നത് വചനത്തോടുള്ള സ്നേഹമില്ലായ്മയാണ്. ഞാൻ ഇത്ര വർഷമായി സ്നാനപ്പെട്ടു, 25 വർഷമായി, 15 വർഷമായി, 10 വർഷമായി സ്നാനം സ്വീകരിച്ചു. പക്ഷെ ദൈവനത്തോട് എനിക്ക് ഇന്ന് സ്നേഹം തോന്നുന്നില്ല. ദൈവത്തിൽ ഞാൻ അജ്ഞനാണ്. ഇപ്പോൾ ശരിക്കും ഞാൻ ദൈവപൈതൽ തന്നെയാണോ? എൻ്റെ അപ്പൻ്റെ ശബ്ദം കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയായി തീർന്നിരിക്കുകയാണ് ഞാൻ. പിന്നെ എങ്ങനെ ദൈവപൈതലെന്ന് പറയും? ഇപ്പോൾ നമ്മുടെ ആത്മീക വളർച്ച എന്ന് പറയുന്നത് അത് പാലിൽ നിന്ന് കട്ടിയായ ആഹാരത്തിലേക്ക് വരെ മാറണം. 10-20 വർഷമായിട്ട് ഇപ്പോഴും പാല് കുടിക്കുന്ന അവസ്ഥയിൽ നിൽക്കരുത്. ഇപ്പോൾ ഈ അധ്യായം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഇതിൻ്റെ മറുവശം. ബൈബിൾ ഗ്രഹിക്കുവാൻ കഴിയും. ബൈബിൾ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? മനസ്സിലാക്കാൻ കഴിയാത്ത പുസ്തകമല്ല ബൈബിൾ. ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ബൈബിൾ മനസ്സിലാക്കുക. ഈ വിഷയമാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. കർത്താവ് യേശുവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങളിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത നിലയിലുള്ള പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, അപ്പോസ്തലന്മാരെക്കുറിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. അവരെക്കുറിച്ച് ദൈവത്തോട് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലൂടെയാണ് ലോകമെങ്ങും സുവിശേഷം അറിയിക്കപ്പെടുകയും ആ സുവിശേഷം കേട്ട അനേകങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നു വരികയും ചെയ്തു. അപ്പോസ്തലന്മാർ ക്രിസ്തുവിലേക്കാണ് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നത്, ആകർഷിച്ചത്. അപ്പോൾ അവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ. അപ്പം വളരെ നേരത്തെ തന്നെ നമുക്ക് വേണ്ടി കൂടെ, നാം ദൈവമക്കളാണെങ്കിൽ നമുക്ക് വേണ്ടി ക്രിസ്തു നേരത്തെ പ്രാർത്ഥിച്ചിരിക്കുന്നു. എന്താ പ്രാർത്ഥിച്ചത്? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ. ഇതാണ് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. അപ്പോസ്തലന്മാരുടെ ഉപദേശത്താൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരുന്ന എല്ലാവരും ഒന്നാകണം. ഇതാണ് ക്രിസ്തു പ്രാർത്ഥിച്ചത്. അപ്പോൾ ഇത് വളരെ വ്യക്തമാണ്, സ്പഷ്ടമാണ് ഈ പ്രാർത്ഥനയിൽ നിന്ന്, ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ നിന്ന്. ഇപ്പോൾ തൻ്റെ സുവിശേഷപരമായ ആ പ്രാർത്ഥനയുടെ യാചനയുടെ ഏറ്റവും ഉദാത്തമായ ഒരു ആവശ്യം അതാണ്. ദൈവപുത്ര നിലയിലുള്ള തൻ്റെ പ്രാർത്ഥനയുടെ ആവശ്യമാണ് തൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഒന്നായിരിക്കണം. ഇതാണ് യേശു ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. എല്ലാവരും ഒന്നായിരിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ പ്രാർത്ഥനയുടെ ഉത്തരം ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും സത്യം അറിയുകയും സത്യം അനുസരിക്കുകയും ചെയ്യണം. അതിൻ്റെ 17-ാം വാക്യത്തിലുണ്ട്, നിൻ്റെ വചനം സത്യമാകുന്നു, സത്യത്തെ അവിടെ വിശദീകരിക്കണമേ. അപ്പോസ്തലന്മാരുടെ വചനത്താൽ, സുവിശേഷ വചനത്താൽ, ദൈവവചനത്താൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് വരണം. കാരണം വിശ്വാസത്തിലേക്ക് വരുന്നത് വചനത്തിലൂടെയാണ്. വചനപ്രസംഗം, സുവിശേഷ പ്രസംഗം. അപ്പം ദൈവവചനം മനസ്സിലാക്കി വിശ്വസിച്ച് അനുസരിക്കണം ക്രിസ്തുവിലേക്ക് വരാൻ. അങ്ങനെ വന്നവരെല്ലാവരും ഒന്നാകണം. പക്ഷേ ഇന്ന് ലോകത്തിൽ അനേകം ആൾക്കാർ യേശുവിൻ്റെ അനുയായികളാണ്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുഗാമികളാണ്, ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയിലാണ് എന്ന് അവകാശപ്പെടുന്നവരുൾപ്പെടെ പരസ്പരം ഭിന്നതയിലാണ്, ഐക്യതയിലല്ല ജീവിക്കുന്നത്. അവർക്ക് ഐക്യത ജീവിക്കാൻ അത് താല്പര്യമില്ല. ക്രിസ്തുവിലുള്ളവരുമായിട്ട് പോലും ഐക്യത ജീവിക്കാൻ താല്പര്യമില്ല. പക്ഷെ കർത്താവ് എന്താ പ്രാർത്ഥിച്ചത്? അപ്പോൾ ഇങ്ങനെ കർത്താവ് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന നിലയിൽ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. പക്ഷേ ഈ പ്രാർത്ഥനയ്ക്ക് വിഘാതമായിട്ട് ദൈവമക്കൾ, ക്രിസ്തുവിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർ ലോകത്തിന് മുമ്പിൽ വിഭജിച്ച് കഷ്ണങ്ങളായി പരസ്പരം തെരുവിൽ കടന്നു പോലും പോരാടുന്ന അവസ്ഥയാണ്. ഈ ചിത്രമാണ് ലോകത്തിന് കൊടുക്കുന്നത്. അതുകൊണ്ട് ലോകത്തിലുള്ളവർ ഈ അവസ്ഥ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ പേരിൽ, ബൈബിളിൻ്റെ പേരിൽ വിഭാഗിക്കപ്പെട്ട് ദിവസവും വിഭാഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പരസ്പരം പോരടിക്കുന്ന, മല്ലുപിടിക്കുന്ന ഈ ക്രിസ്തീയ ലോകത്തെ കാണുമ്പോൾ അവർ പറയുന്നത് എന്താണ്? ബൈബിൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ഗതി വരുമായിരുന്നില്ല. ബൈബിൾ എല്ലാവർക്കും വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇങ്ങനെ ക്രിസ്ത്യാനികൾ, ദൈവമക്കളെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ, ബൈബിൾ എന്ന ഏക പുസ്തകം കൊണ്ടു നടക്കുന്ന ഇവർ തമ്മിൽ ഇങ്ങനെ വ്യത്യസ്ത ഉപദേശങ്ങളും ആചാരങ്ങളും പ്രകീർത്തിച്ചുകൊണ്ട് പിൻപറ്റിക്കൊണ്ട് ഇങ്ങനെ തല്ലുപിടിക്കില്ല.
ഈ ചിത്രമാണ് ലോകത്തിന് കിട്ടുന്നത്. അവർ പറയും ബൈബിൾ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം ബൈബിൾ മനസ്സിലാക്കി ഇങ്ങനെ ക്രിസ്ത്യാനികൾ തമ്മിലടിക്കുമോ? ക്രിസ്ത്യാനികൾ ചിന്ന ഭിന്നമാകുമോ? ഇപ്പോൾ ബൈബിൾ ശരിക്കും മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ഉപദേശങ്ങളുമായി നിൽക്കുന്നത്. ഇതാണ് ലോകത്തിൻ്റെ ചിത്രം. കാരണക്കാരൻ ദൈവമല്ല, മനുഷ്യർ തന്നെയാണ്. അപ്പം മറ്റുള്ളവർ ഇപ്രകാരം ചിന്തിക്കുന്നു, വിശ്വസിക്കുന്നു. പക്ഷെ അതിനെല്ലാം ഉപരിയായി ഒരു വലിയ സത്യം ഉയർന്നു നിൽക്കുന്നു. ഇവർ പറയുന്ന പോലെയല്ല, ബൈബിൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. ബൈബിൾ ഗ്രഹിക്കാൻ കഴിയും. ഒരേപോലെ 1000 പേര് 10,000 പേരായിക്കൊള്ളട്ടെ, എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ കഴിയും. ശരിക്കത് പഠിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ബൈബിൾ പറയുന്നു അങ്ങനെ കഴിയുമെന്ന്. ഒരു വ്യക്തി പറയുന്നതല്ല, ബൈബിളിൽ പറയുന്നുണ്ട് അതിന് കഴിയുമെന്ന്. അതിനാണ് ദൈവവചനം തന്നത് തന്നെ. ദൈവം പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. നമ്മൾ താഴെ പറയാൻ പോകുന്ന ചില കാരണങ്ങൾ, ചില വിഷയങ്ങൾ ഈ സത്യത്തെ ഉറപ്പിക്കുകയാണ്. ബൈബിൾ ഗ്രഹിക്കാൻ കഴിയും, എല്ലാവർക്കും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയും. അതിന് യാതൊരു സംശയമില്ല. ആ തരത്തിൽ നമ്മളതിനെ ഗ്രഹിച്ചാൽ, സമീപിച്ചാൽ, പഠിച്ചാൽ. ഇപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. തൻ്റെ വചനത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ, തൻ്റെ നിയന്ത്രണം, പരിപാലനം, നടത്തിപ്പ് ആഗ്രഹിക്കുന്ന തൻ്റെ മക്കൾ ഒരുമിച്ച് ഒരുപോലെ മനസ്സിലാക്കി ഐക്യതയോടുകൂടി നിലനിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായുടെ പ്രധാനപ്പെട്ട പോയിൻ്റ്, നമുക്ക് വചനം മനസ്സിലാക്കാൻ കഴിയും. ആവർത്തിച്ച് ഞാൻ പറയുകയാണ് ആ പ്രയോഗം, ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും. അതിലാദ്യത്തേത് നമ്മൾ പറയാൻ പോകുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത് നാം സത്യം അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്നാണ്. ദൈവം ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണം, സത്യം അറിയണം, സത്യം ഗ്രഹിക്കണം. ഇപ്പോൾ കർത്താവ് യേശു യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം എൻ്റെ 32-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇപ്രകാരം പറയുകയുണ്ടായി. ആ വേദഭാഗം ഇങ്ങനെയാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനം, ബൈബിളാണ് ദൈവത്തിൻ്റെ സത്യം. ദൈവം ലോകത്തിന് നൽകിയ സത്യം, യേശു മുഖാന്തരം വന്ന സത്യം. ഈ സത്യം നിങ്ങൾ അറിയുകയും, അറിയാൻ ശ്രമിക്കണമെന്നല്ല, ശ്രമിച്ചാൽ കുറച്ചൊക്കെ അറിയാമെന്നല്ല, നിങ്ങൾ സത്യം അറിയുകയും, യു ഷാൽ നോ ദ ട്രൂത്ത്. സത്യം നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇപ്പോൾ സത്യം അറിയാൻ കഴിയില്ല എങ്കിൽ ക്രിസ്തു പറയുന്നതിന് അബദ്ധമാണ്. കർത്താവേ, സത്യം ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല, ബൈബിള് മനസ്സിലാക്കാൻ പറ്റില്ല എന്നതാണ് വാസ്തവമെങ്കിൽ ക്രിസ്തു പറഞ്ഞത് അബദ്ധമാണ്, തെറ്റാണ്. അപ്പോൾ ക്രിസ്തു സത്യം അറിയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ വ്യക്തമാണ്, സത്യം അറിയാൻ കഴിയും. ഈ സത്യം അറിയുമ്പോഴാണ് ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന്, പ്രലോഭനങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന്, എല്ലാ തരത്തിലും അവനെ ബന്ധിക്കുന്ന, വരിഞ്ഞു മുറുക്കുന്ന കെട്ടുപാടുകളിൽ നിന്നെല്ലാം, അവൻ യഥാർത്ഥ വിഗ്രഹാരാധന ഉൾപ്പെടെയുള്ള അന്ധവിശ്വാസത്തിൽ നിന്നെല്ലാം, ദുരുപദേശങ്ങളിൽ നിന്നെല്ലാം അവന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് സത്യം അറിയുമ്പോഴാണ്. ഇതാണ് സാത്താൻ ഏറ്റവും അധികം പ്രവർത്തിക്കുന്ന മേഖല. ആരും സത്യം അറിയരുത്. ആദ്യം പറയും, ഇത് വായിച്ചാൽ മനസ്സിലാകില്ല, അതുകൊണ്ട് ബൈബിളൊന്നും പഠിക്കണ്ട. ആരെങ്കിലും നിങ്ങളുടെ സ്പൂണിൽ കോരി ഒഴിച്ചു തരും, അത് തൽക്കാലം ഭക്ഷിച്ചങ്ങ് ജീവിക്കുക. സ്വയം പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല. എവിടെ വലിച്ചിഴച്ചുകൊണ്ട് പോയാലും അതിൻ്റെ പിന്നാലെ പോയേക്കുക. സാത്താൻ വളരെ ശക്തമായി പ്രവർത്തിക്കുകയാണ്. പക്ഷെ ദൈവം കടന്നു, കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ സത്യം അറിയണം. സത്യത്തെ സ്നേഹിക്കാതെ, സത്യം അറിയാൻ കഴിയാതെ പലരും പലയിടത്തും അടിമകളാണ്. ഏതെങ്കിലും സ്വാധീനം, ചിലപ്പോൾ കുറേ പൈസ ലഭിച്ചു, അവർ പറയുന്ന പുറകെ, അവരുടെ പുറകെ പോയി. അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന് അംഗീകാരം കിട്ടും, അപ്പോൾ അവർക്ക് വേണ്ടി പാട്ട് പാടാൻ ഇറങ്ങിപ്പോയി. സത്യമാണോ, എൻ്റെ ജീവിതം സത്യത്തിലാണോ എന്ന് ചിന്തിക്കാൻ പോലും തയ്യാറല്ല. അപ്പം ഇങ്ങനെ പലരും അടിമകളാണ്. സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടില്ല. സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ സത്യം അറിയണം, സത്യം അനുസരിക്കണം. സത്യം അറിയാൻ കഴിയും. കർത്താവ് യേശു വ്യർത്ഥമായ, പ്രയോജനമില്ലാത്ത, പൊള്ളയായ വാഗ്ദാനങ്ങൾ തരില്ല. കർത്താവ് തരുന്ന വാഗ്ദാനങ്ങൾ ഉവ് എന്നാണ്, സംഭവിക്കുന്നതാണ്, നടക്കുന്ന കാര്യമേ പറയൂ. ഇപ്പോൾ കർത്താവിന് നന്നായിട്ടറിയാം, സത്യസന്ധമായി വചനത്തെ തേടുന്നവർ, സത്യസന്ധമായി ദൈവവചനത്തെ അന്വേഷിക്കുന്നവർ, അവർക്ക് സത്യം അറിയാൻ കഴിയും, അവർ സ്വതന്ത്രരായിരിക്കും. ഒരു ദുരുപദേശത്തിൻ്റെ കെട്ടുപാടിൽ അവർ കുടുങ്ങില്ല, അവർക്ക് സത്യം അറിയാം. ഒരു വികാരങ്ങളിൽ കുടുങ്ങില്ല,
അവർക്ക് സത്യം അറിയാം. അപ്പോൾ ദൈവം സത്യം വെളിപ്പെടുത്തി. എന്തിന്? നമ്മെ സ്വതന്ത്രരാക്കാൻ. അപ്പോൾ സത്യം നമ്മൾ അറിയണം. താനേ അറിയാൻ പറ്റില്ല, ഇത് വായിച്ച് പഠിക്കണം. അപ്പോൾ യോഹന്നാൻ ഇത് വ്യക്തമായിട്ട് തന്നെ എഴുതി. ഇത് തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനം താൻ എന്തിനു വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് തന്നിലൂടെ ഈ സുവിശേഷം നൽകി തന്നത് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങൾ ഇങ്ങനെ പറയും: ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. ഇനി ശ്രദ്ധിക്കുക: എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവനുണ്ടാകേണ്ടതും ഇത് എഴുതിയിരിക്കുന്നു. ഇത് എഴുതിയിരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? കൃത്യമായൊരു ഉദ്ദേശമുണ്ട്. ഈ യോഹന്നാൻ്റെ സുവിശേഷം എഴുതി തന്ന ദൈവാത്മാവ് നൽകി തന്നതിൻ്റെ പിന്നിലുള്ള കൃത്യമായ ഉദ്ദേശം യേശുവിനെ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു: ഈ യേശു ദൈവപുത്രനാണ്, യേശു ക്രിസ്തുവാണ്, മശികയാണ്, നിങ്ങൾ കാതോർത്തിരുന്ന മശികയാണ്, അഭിഷിക്തനായ രക്ഷകനാണ് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് പുസ്തകത്തിലുള്ള കാര്യങ്ങൾ നൽകിയത്. അതുകൊണ്ട് പുസ്തകം വായിച്ചു നോക്കാതെ യേശു ദൈവപുത്രനാണ്, അഭിഷിക്തനായ മശികയാണെന്നൊക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഇപ്പോൾ ദൈവം എന്നെ നൽകി തന്നത് നാം കർത്താവ് യേശു ക്രിസ്തുവാണ്, രക്ഷകനാണ്, ദൈവപുത്രനാണെന്ന് മനസ്സിലാക്കാനാണ്. പിന്നെ മനസ്സിലാക്കിയാൽ എന്ത് സംഭവിക്കും? നാം വിശ്വസിക്കും. നിങ്ങൾ വിശ്വസിക്കുക. യേശു ദൈവത്തിലെ ക്രിസ്തു നിങ്ങൾ വിശ്വസിക്കേണ്ടത്. വിശ്വസിച്ചാൽ അതിൻ്റെ അനുഗ്രഹമുണ്ടാകും. വിശ്വസിക്കുമ്പോൾ കർത്താവ് പറയുന്ന കൽപ്പനകൾ അനുസരിക്കും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. ഇപ്പോൾ ദൈവം നമുക്ക് വചനം നൽകിയത്, വചനത്തിലൂടെ പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ, നമ്മൾ രക്ഷ പ്രാപിക്കാൻ അടിസ്ഥാനപരമായി അറിയേണ്ട സത്യങ്ങൾ എത്ര പഠിച്ചാലും വായിച്ചാലും പഠിപ്പിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ലെങ്കിൽ ദൈവം ചെയ്ത് എത്ര വലിയ അബദ്ധമാണ്. ദൈവം എന്ത് നന്മയാണ് നമുക്ക് ചെയ്യുന്നത്. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തി, പക്ഷേ ആര് വായിച്ചാലും മനസ്സിലാകില്ല. ആര് വായിച്ചാലും എത്ര ശ്രമിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും അത് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ ദൈവം ചെയ്ത ദ്രോഹമല്ലേ. അതേസമയത്ത് പറഞ്ഞു എല്ലാവരും സത്യത്തിന് പരിജ്ഞാനം പ്രാപിക്കണം, സത്യം പറഞ്ഞാൽ സ്വാതന്ത്ര്യം പ്രാപിക്കും എന്ന് പറയുകയും ചെയ്തു. പറഞ്ഞ സത്യം ആർക്ക് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ, അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അങ്ങനെയല്ല വാസ്തവം. ദൈവം പറഞ്ഞ സത്യം, ദൈവം അറിയിച്ച സത്യം, ദൈവം വെളിപ്പെടുത്തിയ സത്യം മനസ്സിലാക്കാൻ കഴിയും. പൗലോസ് പറഞ്ഞു, ഞാൻ മീതെ എഴുതിയത് ചുരുക്കത്തിൽ ഇത് വായിച്ചാൽ നിങ്ങൾക്കും ഗ്രഹിക്കാം. പക്ഷെ നമ്മൾ വായിക്കില്ല. വായിക്കുമ്പോൾ പല ചിന്തകൾ നമ്മൾ പറഞ്ഞ 10 കാരണങ്ങൾ പറഞ്ഞു ബൈബിളിനെ സമീപിക്കുന്നത്. ഇതിലെവിടെയോ 3-4 കാരണത്തിൽ നമ്മൾ കിടപ്പുണ്ട്. നമ്മുടെ അവസ്ഥ അവിടെയാണ്. അതുകൊണ്ട് എത്ര വായിച്ചാലും മനസ്സിലാകില്ല. ചിലർ ബൈബിൾ എടുക്കുമ്പോൾ ഉറക്കം തോന്നും. കാരണം അതിനോട് സ്നേഹമില്ല, ദൈവവചനമാണെന്നുള്ള ബോധം പോലുമില്ല. എങ്ങനെ സൗമ്യതയോടെ കൈക്കൊള്ളുമെന്ന് യാക്കോബ് പറഞ്ഞു, അതിനെക്കുറിച്ച് ചിന്ത പോലുമില്ല. ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ സത്യം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട അടിസ്ഥാന സത്യങ്ങൾ വെളിപ്പെടുത്തിയ ദൈവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ തന്നെയാണ് തന്നത്. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടല്ല. നാം മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അത് വേറൊരു കാര്യം. ഈ വചനം, ഈ പുസ്തകത്തിലുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ വായിക്കുന്ന ഗ്രഹിക്കുന്നുവോ? ഷണ്ണനോട് ഫിലിപ്പോസ് ചോദിച്ച ചോദ്യം അതാണ്. എന്തെങ്കിലും മനസ്സിലായോ വായിക്കുന്നത്? ആരെങ്കിലും പൊരുൾ തിരിച്ചത് എങ്ങനെ മനസ്സിലാക്കും? പൊരുൾ തിരിച്ചുവിടാൻ കർത്താവിൻ്റെ സഭ എത്രമാത്രം ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. പക്ഷെ അത് പ്രയോജനപ്പെടുത്തില്ല. ഇപ്പോൾ ദൈവം വചനത്തിൽ വിശ്വസിക്കുന്നവരെ സഹായിക്കും. പക്ഷെ അതേ സമയത്ത് കർത്താവ് രണ്ടാമത് വരുമ്പോൾ ഒരു അവസ്ഥയുണ്ട്. വേദഭാഗം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1-ാം അധ്യായം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായം 7 മുതൽ 9 വരെ. 6 മുതൽ വായിക്കട്ടെ. കർത്താവ് യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ഇനി പറയാൻ പോകുന്ന വാക്യം ശ്രദ്ധിക്കുക. 7. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ആ നാളിൽ അവൻ തൻ്റെ വിശുദ്ധന്മാരിൽ മഹത്വപ്പെടേണ്ടതിനും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ വിശ്വസിച്ചതുപോലെ വിശ്വസിച്ച എല്ലാവരിലും താൻ അതിശയ വിഷയമാകേണ്ടതിനും വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വം വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. 10-ാം വാക്യം. എത്ര ഭയാനകമായ ഒരു ചിത്രമാണ്. ആർക്കാണ് ദൈവം പ്രതികാരം കൊടുക്കുന്നത്? ദൈവത്തെ അറിയാത്തവർക്ക്, സുവിശേഷം അനുസരിക്കാത്തവർക്ക്. ഇപ്പോൾ ദൈവത്തെ അറിയാൻ പറ്റില്ല, ഞാൻ ഓടി നടന്നു, അന്വേഷിച്ചു, അവിടെ പോയി ഇവിടെ പോയി, ആ കവിപാടിയിലെ വയലാറുപാടിയിലെ ദൈവത്തെ തേടി നടന്നു, കണ്ടില്ല, അതുകൊണ്ട് ദൈവത്തെ കാണാൻ പറ്റില്ല. ആരാണ് ഈ വയലാർ?
ഒരു കവി, ദൈവത്തെ അറിയാത്തൊരു മനുഷ്യൻ. അങ്ങനെയുള്ള അവർ എഴുതിയ അനേകം പുസ്തകങ്ങളും ലേഖനങ്ങളും കവിതകളും പാട്ടുകളും ലോകത്തിലുണ്ട്. അതിൻ്റെ പിന്നാലെ പോകാൻ ദൈവം നമ്മോട് മറഞ്ഞോ? ഇല്ലല്ലോ. വചനം എന്താ പറഞ്ഞ്? ദൈവത്തെ തപ്പി നോക്കി അന്വേഷിക്കുക. ബലവാൻ തൻ്റെ ബലത്തിലും ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിലും ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കാതെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ നീ സന്തോഷിക്കുക. തിരുവെഴുത്തുകൾ അറിയാത്തതുകൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. പരിജ്ഞാനമില്ലാത്തതുകൊണ്ട് ജനം തെറ്റിപ്പോകുന്നു. എന്നെ അറിയണം, അതിനാണ് നിൻ്റെ ജീവിതം. അതിനുള്ള സാക്ഷ്യങ്ങൾ നിൻ്റെ ചുറ്റിലുമുണ്ട്, പ്രകൃതിയിലുണ്ട്, മനസാക്ഷിയിലുണ്ട്, പുസ്തകത്തിലുണ്ട്. എന്നെ അന്വേഷിക്കാതെ മറ്റു പലതിൻ്റെ പിന്നാലെ പോയിട്ട് ശിക്ഷാവിധിയുടെ മുമ്പിൽ വരുമ്പോൾ ന്യായം പറയാൻ ഒരു അവകാശവുമില്ല. ഏത് വായും അടയും. ദൈവത്തെ അറിയാത്തവർക്ക്, സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം കൊടുക്കും നിത്യശിക്ഷാവിധി. അപ്പോൾ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? ദൈവം എന്താ പറയുന്നത്? ലഭിച്ചിരിക്കുന്ന ആയുസ്, ഈ കാഴ്ചയും ബോധവും കേൾവിയും തിരിച്ചറിവുമൊക്കെ ഉള്ള പ്രായത്തിൽ, അത് എത്ര വയസ്സായിക്കൊള്ളട്ടെ, ദൈവത്തെ അറിയാൻ ശ്രമിക്കുക. ദൈവത്തെ അറിയാനാണ് ഈ പുസ്തകം. ദൈവത്തെ അറിയണം, അറിയാൻ കഴിയും. ബൈബിൾ മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ദൈവത്തിന് എങ്ങനെ ശിക്ഷ വിധിക്കാൻ പറ്റും? ദൈവത്തെ അറിയാത്തവരെ ദൈവത്തിന് എങ്ങനെ പ്രതികാരം കൊടുക്കാൻ പറ്റും? അപ്പോൾ ദൈവം പ്രതികാരം കൊടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണത്. ഭൂമി നമുക്ക് തന്ന ജീവിതത്തെ ദൈവത്തെ അറിയാതെ മറ്റു പലതിൻ്റെ പിന്നാലെ ഓടി നടന്നു, രാഷ്ട്രീയം കളിച്ചു, അല്ലെങ്കിൽ തത്വചിന്തകളുടെ പുറകെ പോയി, മറ്റു പല ദുരുപദേശങ്ങളുടെ പുറകെ പോയി. ദൈവത്തെ അറിയാൻ ശ്രമിച്ചില്ല. നമ്മെ പഠിപ്പിക്കുന്നത് ശരിയാണെന്ന് പരിശോധിച്ചത് പോലുമില്ല. ദൈവത്തെ ശരിയായിട്ട് അറിയാൻ പരിശ്രമം നടത്തിയില്ല. ദൈവം നമ്മളെ പ്രതികാരം ചെയ്യും. ശിക്ഷിക്കുമ്പോൾ നമ്മുടെ വാ തുറക്കാൻ പോലും പറ്റില്ല. നമ്മുടെ കയ്യിൽ വീട്ടിൽ എത്ര ബൈബിളുണ്ടായിരുന്നു? എത്രയോ തവണ ബൈബിൾ കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മൾ ദിവസവും ബൈബിൾ കേൾക്കാനുള്ള അവസരമുണ്ട്, സത്യം കേൾക്കാൻ. പക്ഷെ ആർക്കും താല്പര്യമില്ല. അവസാന ശിക്ഷാവിധി കിട്ടുമ്പോൾ നമുക്ക് ഒരു ഒഴികഴിവുമില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കേണ്ടതല്ല, ആരാധിച്ച് സ്നേഹിക്കേണ്ടതല്ല, സ്നേഹിച്ച് ജീവിക്കാതെ നമ്മുടെ തിന്മയിൽ രസിച്ച് ജീവിച്ചപ്പോൾ ഇങ്ങനൊരവസ്ഥ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവിടെ വചനത്തിൽ നേരത്തെ പറഞ്ഞു ഇങ്ങനൊരവസ്ഥ വരും, ന്യായവിധി നിശ്ചയിച്ചിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്ന് അവസാനിപ്പിക്കട്ടെ. ദൈവം തൻ്റെ സന്ദേശം നൽകുമ്പോൾ, രക്ഷയുടെ സന്ദേശം നൽകുമ്പോൾ മനസ്സിലാക്കാത്ത തരത്തിലാണ് നൽകിയെങ്കിൽ ദൈവം അനീതിയുള്ള ദൈവമാണ്. ദൈവം സ്നേഹമില്ലാത്തവനാണ്. നമുക്കൊരു സാധനം തന്നു, ഒരു പെട്ടി തന്നു, പക്ഷെ തുറക്കാൻ പറ്റില്ല, സീൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എത്ര തല്ലിപ്പൊട്ടിച്ചാലും പൊട്ടില്ല. പിന്നെ അത് കിട്ടിയിട്ട് എന്താ ഗുണം? ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതല്ല വചനം. നമുക്ക് താല്പര്യമില്ല, നമുക്ക് മനസ്സില്ല. സമയമില്ല എന്ന് പറയരുത്, സമയമുണ്ട്. കാരണം എത്രയോ കാര്യങ്ങൾക്ക് സമയമുണ്ട്. നമ്മുടെ ആത്മാവിന് ഇത്ര വില കൊടുത്തിട്ടുണ്ടെങ്കിൽ സകലവും നേടിയിട്ട് ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം കേൾക്കാൻ, ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ സമയമില്ലെന്ന് മാത്രം നമ്മൾ ആരും പറയരുത്. സമയമില്ലാഞ്ഞിട്ടല്ല, നമുക്കെൻ്റെ വില അറിയാത്തതുകൊണ്ട്. വില അറിയാമെങ്കിൽ നമ്മൾ സമയം കണ്ടെത്തും. ഇപ്പോൾ അടുത്ത ഉദാഹരണം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അപ്പം വചനം മനസ്സിലാക്കി ഞാൻ പറഞ്ഞ കുറച്ച് ലളിതമായി നാടകീയമായി പറഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ശൈലിയാണ്. ഇത്രയേ ഉള്ളൂ. വചനം മനസ്സിലാക്കാൻ കഴിയും, സത്യം അറിയാൻ കഴിയും. സത്യം അറിഞ്ഞാലേ സ്വതന്ത്രരാവുകയുള്ളൂ. ദൈവം തന്ന ഗ്രന്ഥം, ദൈവം തന്ന വെളിപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലാണ്. അതുകൊണ്ടാണ് അവസാന ദൈവം ചോദ്യം ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അറിഞ്ഞില്ല? വചനം എന്തുകൊണ്ട് ഗ്രഹിച്ചില്ല? ബൈബിൾ എന്തുകൊണ്ട് മനസ്സിലാക്കിയില്ല? ദൈവത്തിൻ്റെ ആലോചന എന്തുകൊണ്ട് കേട്ടില്ല? തുടരാം അടുത്ത അവതരണത്തിൽ. നിങ്ങളുടെ ശ്രദ്ധയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.